റാപ്പർ വേടന്റെയും ഗൗരി ലക്ഷ്മിയുടെയും പാട്ടുകൾ സിലബസിൽ നിന്ന് ഒഴിവാക്കലെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാളം ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ ഡോക്ടർ MS അജിത് 24നോട് പറഞ്ഞു. സർവകലാശാല സിലബസിൽ തീരുമാനമെടുക്കേണ്ടത് ബോർഡ് ഓഫ് സ്റ്റഡീസും അക്കാദമിക് കൗൺസിലുമാണെന്ന് ഡോക്ടർ MS അജിത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് റിപ്പോർട്ടുമായി തിരൂരിൽ നിന്ന് സമീർ ബിൻ കരീം ചേരുന്നു. കാലിക്കറ്റ് സർവകലാശാല സിലബസിൽ വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയത് വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ VC-ക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് ഒരു സമിതി നിയോഗിക്കുകയും ആ സമിതി ഒരു പഠനം നടത്തിയ റിപ്പോർട്ട് VC-ക്ക് സമർപ്പിച്ചിരിക്കുകയുമാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് വേടന്റെ പാട്ട് ഉൾപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതാണ്. മാത്രമല്ല ബോർഡ് ഓഫ് സ്റ്റഡീസിന് മുൻപിൽ ഈ ഒരു റിപ്പോർട്ട് കൈമാറുമെന്നും പറയുന്നു. ഇപ്പോൾ ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ ചെയർമാൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ MS അജിത്താണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ആ റിപ്പോർട്ട് തങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ടോ? എന്താണ് ഇതിന്റെ കാര്യങ്ങൾ? അങ്ങനെ ഒരു റിപ്പോർട്ട് ഔദ്യോഗികമായി എൻ്റെ മുമ്പിൽ എത്തിയിട്ടില്ല. നിങ്ങളെപ്പോലെ മാധ്യമപ്രവർത്തകർ അയച്ചു തന്നതുകൊണ്ട് ഞാനത് വായിച്ചിരുന്നു. ആ മാധ്യമങ്ങളിലൂടെ തന്നെയാണ് ഇത്തരം വിവരങ്ങളെല്ലാം അറിയുന്നത്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഔദ്യോഗികമായി വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. കാലിക്കറ്റ് സർവകലാശാലയുടെ BA മലയാളം 4 വർഷ ബിരുദ പ്രോഗ്രാമിൻ്റെ മൈനർ കോഴ്സ് 3ാം സെമസ്റ്ററിലെ മൈനർ കോഴ്സിൻ്റെ ഭാഗമായിട്ട് താരതമ്യ സാഹിത്യ പരിചയം എന്നൊരു പേപ്പർ ഉണ്ട്, ഒരു കോഴ്സുണ്ട്. ആ കോഴ്സിൻ്റെ സിലബസ് നിലവിൽ അംഗീകരിക്കപ്പെട്ടതാണ്. ആ താരതമ്യ സാഹിത്യ പരിചയം എന്ന് പറയുന്നതിൽ ഏറ്റവും പുതിയ താരതമ്യ സാഹിത്യത്തിൻ്റെയും കലയുടെയും താരതമ്യ പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് വേടൻ്റെയും ഗൗരി ലക്ഷ്മിയുടെയും പാട്ടുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഴയ കൃതികളുടെ പുനരാവിഷ്കാരങ്ങൾ ഇന്നെങ്ങനെ വരുന്നു എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഒരു ആട്ടക്കഥയും നിന്ന് ഗൗരി ലക്ഷ്മിയുടെ ഒരു മ്യൂസിക് വീഡിയോയിലേക്കുള്ള ഒരു താരതമ്യം ഉദ്ദേശിച്ചത്. മൈക്കൽ ജാക്സനെ പോലെയുള്ള ആദ്യകാല റാപ്പ് മ്യൂസിക്കിൽ നിന്ന് പുതിയ വേടൻ്റെ റാപ്പ് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവ തമ്മിലുള്ള ബന്ധമെന്ത് എന്നറിയാൻ വേണ്ടിയാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉത്തമ ബോധ്യത്തോടു കൂടി ഉൾപ്പെടുത്തിയതാണ്, ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗീകരിച്ചതാണ്. പിന്നീട് അതിനെപ്പറ്റി പരാതികൾ വന്നു എന്ന് പറയുന്നു. അത്തരം പരാതികളൊന്നും യൂണിവേഴ്സിറ്റി നമുക്ക് കൈമാറിയിട്ടില്ല. അതിനെപ്പറ്റി പഠിക്കാൻ ഒരു ഡോക്ടർ MM ബഷീർ സാറിൻ്റെ ഏർപ്പെടുത്തി എന്ന് കേട്ടു. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് കണ്ടു. പക്ഷേ ഇതൊന്നും ഔദ്യോഗികമായിട്ട് നമുക്ക് കൈമാറിയിട്ടില്ല. അത് പക്ഷേ നിയമപരമായിട്ടുള്ള ഒരു കാര്യമല്ല അത്. ബോർഡ് ഓഫ് സ്റ്റഡീസ്, അക്കാഡമിക് കൗൺസിൽ തുടങ്ങിയവയാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ എല്ലാ സർവകലാശാലയുടെയും അക്കാദമിക് സംബന്ധിച്ച പരമാധികാര സമിതി. അവരാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. നമ്മൾ ഉണ്ടാക്കിയ സിലബസ് മറ്റൊരാൾ പരിശോധിച്ച് നൽകുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതില്ല. നമ്മൾ ഉത്തമ ബോധ്യത്തോടു കൂടി വെച്ചതാണ് സിലബസിൽ ഇക്കാര്യം. അത് തുടർന്നു പോവുക തന്നെ ചെയ്യും. ഈ 2 പാട്ടുകളും സിലബസിൽ ഉൾപ്പെടുത്തിയത് കൃത്യമായി മനസ്സിലാക്കി പഠനം നടത്തി എല്ലാം കൃത്യമായി ചെയ്തതിന് ശേഷമാണല്ലേ? അതെ, തീർച്ചയായും പൂർണ്ണമായ ആലോചനയോടുകൂടി വിശകലനം ചെയ്തിട്ട് ഉൾപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഇത് പിൻവലിക്കേണ്ടുന്ന ആവശ്യമില്ല. ഈ ഒരു പാട്ടും തന്നെ പിൻവലിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കൃത്യമായി പഠനം നടത്തി വിശകലനം നടത്തിയതിനു ശേഷമാണ് ഇവയെല്ലാം ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ് ചെയർമാൻ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ.